വിനു അത്യധികം സന്തോഷവാനായിരുന്നു. അവന്തിക, ഈ പ്രൊജക്റ്റ് എൻ്റെ കരിയർ, എൻ്റെ ഡ്രീം ഇതെല്ലാം ഫുൾഫിൽ ചെയ്യും. എനിക്ക് ഉറപ്പുണ്ട്. താങ്ക് യു അവന്തിക, താങ്ക്സ് എ ലോട്ട്. വിനു അവന്തികയുടെ ഇരു കൈകളും ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. എന്തിനാ ഏട്ടാ താങ്ക്സ് ഒക്കെ? ഏട്ടനല്ലേ എന്നെ ട്രെയിൻ ചെയ്യിപ്പിച്ചേ? അവന്തിക പറഞ്ഞത് കേട്ട വിനുവിന് ഒരേ സമയം അവളെക്കുറിച്ച് ഓർത്ത് അഭിമാനവും സന്തോഷവും തോന്നിയിരുന്നു. ഇപ്പം ടെൻഷനൊക്കെ മാറിയില്ലേ? വാ, നമുക്ക് താഴേക്ക് പോകാം. അമ്മയൊക്കെ വിനുവേട്ടനെ നോക്കിയിരിക്കുക. അവന്തിക വിനുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവനെയും കൂട്ടി താഴേക്ക് പോയി. അങ്ങനെ ചിന്നുവിൻ്റെ വിവാഹ ദിവസം എത്തി. അവളുടെ വിവാഹം വളരെ ഭംഗിയായി കഴിഞ്ഞിരുന്നു. വിവാഹരാത്രിയിലുള്ള റിസപ്ഷൻ്റെ തിരക്കിലായിരുന്നു എല്ലാവരും. സ്റ്റേജിൽ അവന്തികയുടെ പെർഫോമൻസും ഉണ്ടായിരുന്നു. അവൾ പിയാനോയിൽ തൻ്റെ വിരലുകൾ കൊണ്ട് സംഗീതത്തിൻ്റെ മാധുര്യം അവരിലേക്ക് എത്തിച്ചു. അവളുടെ പെർഫോമൻസ് കഴിഞ്ഞതും അവളെ എല്ലാവരും അഭിനന്ദിച്ചിരുന്നു. എല്ലാവരും സന്തോഷത്തോടെ സംസാരിച്ചിരിക്കവേ വിനുവിനൊരു കോൾ വന്നു. അവൻ ഫോണുമായി അല്പം മാറി നിന്ന് സംസാരിച്ചു. അവിടെ അവന്തികയും ചിന്നുവും സ്റ്റേജിൽ ഡാൻസ് കളിക്കുകയായിരുന്നു. അശോകും സുജാതയും മറ്റു ബന്ധുക്കളും അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ്. വിനു കോൾ കട്ടാക്കി. അവൻ അരുണിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. വിനു അരുണിനെ ഒന്ന് കെട്ടിപ്പിടിച്ചു. എന്താ മോനെ, എന്തു പറ്റി? അരുൺ വിനുവിനോട് ചോദിച്ചു. വിനുവിൻ്റെ മുഖം സന്തോഷത്താൽ മൂടപ്പെട്ടിരുന്നു. അവൻ്റെ കണ്ണുകളിൽ ആനന്ദത്തിൻ്റെ ചെറിയ നനവുണ്ട്. നന്ദിനിയും അവൻ്റെ അരികിലെത്തി. അച്ഛാ, അമ്മേ, ഞാൻ ചെയ്ത ആ പ്രൊജക്റ്റ് അത് വിജയിച്ചു. മാർക്കറ്റ് ഞങ്ങളുടെ കമ്പനി ഈ ഒരൊറ്റ പ്രൊജക്റ്റ് കാരണം ഗ്രോ ആയി. സന്തോഷവാർത്ത കേട്ട അരുൺ വിനുവിനെ ചേർത്ത് നിർത്തി. നന്ദിനി അവനെ തലോടി. അവൻ്റെ സന്തോഷത്തിൽ അവരും പങ്കുചേർന്നു. വിനുവിൻ്റെ കണ്ണുകൾ ആരെയോ തേടുന്നുണ്ടായിരുന്നു. അവൻ ചുറ്റും നോക്കി. അവൻ്റെ കണ്ണുകൾ സ്റ്റേജിനരികിൽ നിൽക്കുന്ന അവന്തികയുടെ അടുത്തെത്തി. അവളുടെ ഒപ്പം സുജാതയും അശോകും ഉണ്ടായിരുന്നു. അവൻ അവന്തികയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. അവന്തിക, ഞാൻ നിന്നോട് എങ്ങനെ നന്ദി പറയേണ്ടതെന്നറിയില്ല. എനിക്ക് നീ ചെയ്തതെന്ന ഈ ഉപകാരം ഒരിക്കലും ഞാൻ മറക്കില്ല. വിനുവേട്ടന് ഇത് എന്തു പറ്റി? ഇപ്പം എന്താ ഇങ്ങനെ പറയാൻ? അവൾ കാരണമറിയാനായി അവനോട് ചോദിച്ചു. അപ്പോഴേക്കും അവിടെ കരുണും നന്ദിനിയും കൂടെ ചിന്നുവും വന്നിരുന്നു. അവന്തിക, നിന്റെ പ്രൊജക്റ്റ് സക്സസ് ആയി. അവൻ സന്തോഷത്തിൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. അവന്തികയ്ക്ക് അതിയായ സന്തോഷം തോന്നി. സത്യം? അവൾക്ക് വിശ്വസിക്കാനായില്ല. ഒരു മുൻപരിചയമില്ലാതെ തന്നെ അവളുടെ ആശയത്തിൽ തോന്നിയ പ്രൊജക്റ്റ് വിജയകരമാകുമെന്ന് അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല. അവിടെ കൂടി നിന്നിരുന്ന ആർക്കും വിനു എന്താണ് അവന്തികയോട് ഇങ്ങനെ പറയുന്നത് എന്ന് മനസ്സിലായില്ല. അവരെല്ലാം വിനുവിനെയും അവന്തികയും മാറി മാറി നോക്കി. അവരുടെ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കിയ വിനു പറയാൻ തുടങ്ങി. അമ്മേ, ഇവളാണ് ആ പ്രൊജക്റ്റ് ചെയ്തത്. എൻ്റെ ജോലി നഷ്ടമാകുമെന്ന് വന്ന അവസ്ഥയിൽ എന്തു ചെയ്യണമെന്നറിയാതെ നിന്നപ്പോൾ ഇവളാണ് എനിക്ക് ആ വഴി കാട്ടിത്തന്നത്. വിനു പറഞ്ഞത് കേട്ട് എല്ലാവരും അവന്തികയെ നോക്കി. അശോകിനും സുജാതയ്ക്കും തൻ്റെ മകളെക്കുറിച്ച് ഓർത്തപ്പോൾ അഭിമാനം തോന്നുന്ന നിമിഷമായിരുന്നു അത് അവരുടെ മുഖത്ത് കാണാൻ കഴിയുമായിരുന്നു. പ്രൊജക്റ്റ് സക്സസ് ആയത് മാത്രമല്ല, മറ്റൊരു സന്തോഷവാർത്ത കൂടിയുണ്ട്. വിനു പറയുന്നത് കേട്ട് എന്താണ് ആ സന്തോഷവാർത്ത എന്നറിയാൻ എല്ലാവരും ആകാംക്ഷയോടെ അവനെ നോക്കി. എൻ്റെ ട്രാൻസ്ഫർ അപ്രൂവലായി UK-യിലേക്ക്, അതും പ്രമോഷനോടുകൂടി. വിനു പറഞ്ഞു തീർന്നതും ഓരോരുത്തരെയായി അവനെ അഭിനന്ദിക്കാൻ തുടങ്ങി. അവൻ്റെ സന്തോഷത്തിൽ എല്ലാവരും പങ്കുചേർന്നു. അവന്തിക, നിനക്കറിയാമോ, ഞാൻ ആഗ്രഹിച്ചതുപോലെ അല്ല, അതിനപ്പുറമാണ് നീ കാരണം എനിക്ക് കിട്ടിയത്. നിന്നോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഇതിന് പ്രത്യുപകാരമായി ഞാൻ എന്താ നിനക്ക് ചെയ്യേണ്ടത്? എനിക്കൊന്നും വേണ്ട. ഞാൻ തിരിച്ചൊന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല വിനുവേട്ടനെ സഹായിച്ചത്. അവന്തിക ചെറിയ പരിഭവത്തോടെ പറഞ്ഞു. അതെനിക്കറിയാം. എങ്കിലും എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി ഒരു കാര്യം ചെയ്യാം. നീ പഠിച്ചിറങ്ങിയാൽ ഉടൻ തന്നെ എൻ്റെ കമ്പനിയിൽ ജോയിൻ ചെയ്യേ. അതിന് വേണ്ടതൊക്കെ ഞാൻ ചെയ്തോളാം. എന്താ? വിനു പറഞ്ഞത് കേട്ട് അവന്തിക ഒന്ന് ചിരിച്ചു. വിനുവേട്ട, അതൊക്കെ നമുക്ക് അപ്പം നോക്കാം. ഇപ്പോൾ നമുക്ക് ആഘോഷത്തിൻ്റെ രാത്രിയാണ്. ചേച്ചിയുടെ വിവാഹം, ഏട്ടൻ്റെ പ്രമോഷൻ, നമുക്ക് അടിച്ചു പൊളിക്കാം. വാ. അവന്തിക വിനുവിനെയും ചിന്നുവിനെയും കൂട്ടി സ്റ്റേജിൽ വന്നു. അവർ ഒരുമിച്ച് ഡാൻസ് കളിക്കാനായി തുടങ്ങി.
ചിന്നുവിൻ്റെ ഭർത്താവ് വരുണും അവരോടൊപ്പം കൂടി. അരുൺ അശോകിൻ്റെ അരികിലെത്തി. അശോക്, നിന്റെ മോളാടാ എൻ്റെ വിനുവിൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കി കൊടുത്തത്. നീ ഭാഗ്യം ചെയ്തവനാ. അവന്തികയെ പോലെ ഒരു പെൺകുട്ടിയെ നിനക്ക് കിട്ടിയില്ലേ. ഈ ഉപകാരം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. അരുണിൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഏട്ടാ, എന്താ ഇത്? വിനുവും ചിന്നുവും എൻ്റെ കൂടി മക്കളല്ലേ. അവന്തികയുടെ ചേട്ടനെ അവൾ സഹായിച്ചു. അതിപ്പോൾ എനിക്കൊരാവശ്യം വന്നാൽ ഏട്ടൻ എന്നെ സഹായിക്കില്ലേ? അതുപോലെ ഉള്ളൂ ഇതും. അതിന് ഏട്ടൻ ഇങ്ങനെയൊക്കെ പറയാമോ? അശോകിൻ്റെ വാക്കുകൾ അരുണിനെ കൂടുതൽ സന്തോഷവാനാക്കി. അവൻ അശോകിനെ കെട്ടിപ്പിടിച്ചു. സുജാതയും നന്ദിനിയും അവരുടെ സ്നേഹപ്രകടനം കണ്ട് സന്തോഷിച്ചു. അങ്ങനെ അവരെല്ലാം സന്തോഷത്തോടെ ആ രാത്രിയെ മനോഹരമാക്കി തീർത്തു. ഒരു കോളേജ് ദിവസം അഭി അവന്തികയെ കാത്ത് കൂട്ടുകാരുമായി നിൽപ്പുണ്ടായിരുന്നു. അവന്തിക വന്നതും അഭി അവളുടെ അരികിലേക്ക് ചെന്നു. അവന്തിക അഭിയെ കണ്ടിരുന്നു. എന്നാൽ അവൾ അവനെ കാണാത്ത ഭാവത്തിൽ നടന്നു. ഡോ, താൻ എത്ര നാളിങ്ങനെ മുഖം തിരിച്ചു നടക്കും? ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് സംസാരിച്ചൂടെ? എനിക്കൊന്നും സംസാരിക്കാനില്ല. അവൾ അവിടെ നിന്നും നടന്നു നീങ്ങി. അഭി അവളുടെ പുറകെ ചെന്നു. സംസാരിക്കാനില്ല എന്നെങ്കിലും പറഞ്ഞല്ലോ, എനിക്കത് മതി. അവൻ ചെറു പുഞ്ചിരിയോടെ അവളുടെ അടുത്തു നിന്നും പോയി. അവന്തിക അവനെ കുറുമ്പുകൾ നിറഞ്ഞ കണ്ണുകളോടെ നോക്കി. നടന്നുപോയ അഭി തിരിഞ്ഞു നോക്കി അവളെ ഒന്ന് കണ്ണിറുക്കി കാണിച്ചു. അത് കണ്ട് അവൾ ദേഷ്യപ്പെട്ടുകൊണ്ട് നടന്നു. നീ എത്ര നാൾ ഇങ്ങനെ അവളുടെ പുറകെ നടക്കും? അവൾക്ക് ദാ ഈ നിമിഷം വരെ ഒരു മാറ്റവും ഇല്ലല്ലോടാ. വൈശാഖ് സംശയത്തോടെ അഭിയോട് ചോദിച്ചു. ആര് പറഞ്ഞു മാറ്റമില്ലെന്ന്? അവളെന്നോട് ആദ്യം സംസാരിച്ചതുപോലെയല്ല ഇപ്പം സംസാരിക്കുന്നത്. ഇപ്പം അവളുടെ നോട്ടത്തിലും ഭാവത്തിലും വ്യത്യാസമുണ്ട്. എന്ത് വ്യത്യാസം? എനിക്കൊന്നും തോന്നുന്നില്ല. അത് നിനക്കൊന്നും മനസ്സിലാവില്ല, പക്ഷേ എനിക്ക് മനസ്സിലാകും. നടന്നു പോകുന്ന അവന്തികയെ നോക്കി അഭി പറഞ്ഞു. അവൾ ക്ലാസ്സിൽ കയറിയതുവരെ അവൻ അവളെ നോക്കി നിന്നു. ക്ലാസ്സിൽ കയറുന്നതിന് മുൻപ് അവന്തിക അവനെ നോക്കി. അവൻ തന്നെ നോക്കി നിൽക്കുമെന്ന് അവൾ ഓർത്തിരുന്നില്ല. ചമ്മിയ മുഖവുമായി അവൾ ക്ലാസ്സിലേക്ക് കയറി. യെസ്! അഭി തൻ്റെ മുഷ്ടി ചുരുട്ടി കയ്യിലൊന്ന് ആഞ്ഞടിച്ച് ചാടി. അഭിക്ക് ചിരി അടക്കാൻ സാധിച്ചിരുന്നില്ല. അവൻ്റെ മുഖം സന്തോഷം കൊണ്ട് ചുവന്നിരുന്നു. ഒരു ലക്ഷറി കാർ എയർപോർട്ടിൽ വന്ന് നിന്നു. ഡ്രൈവറെ കൂടാതെ മറ്റൊരാൾ കാറിൽ നിന്നും പുറത്തിറങ്ങി. അയാൾ തൻ്റെ വാച്ചിൽ സമയമൊന്നു നോക്കി എയർപോർട്ടിൻ്റെ എൻട്രൻസിലേക്ക് നോക്കി നിന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ അയാളുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. ഹലോ, വി ആർ റീച്ച്ഡ്. ആർ യു ദെയർ? യെസ് സർ. അയാൾ കോൾ കട്ടാക്കി. ആരെയോ കാത്തു നിൽക്കുന്നത് പോലെ എയർപോർട്ടിൻ്റെ എൻട്രൻസിലേക്ക് നോക്കി നിന്നു. പെട്ടെന്ന് അയാളുടെ കണ്ണുകളിൽ ഭയം വന്നതുപോലെ. നോക്കുമ്പോൾ എൻട്രൻസിൽ നിന്നും അവൻ വന്നു. വാട്ട് ദ ഹെൽ? അവനല്ല എന്നെനിക്കറിയാം. അതാരാണെന്നറിയാനാ ഞാൻ നിങ്ങളോട് അവനെ പൊക്കാൻ പറഞ്ഞത്. നിന്നെ കൊണ്ടൊന്നും പറ്റില്ലെങ്കിൽ പറ, ഞാൻ വേറെ ആളെ നോക്കാം. ഫോണിൽ ആരോടോ ദേഷ്യപ്പെട്ടുകൊണ്ട് അവൻ നടന്നു വന്നു. നല്ല ഉയരമുള്ള മസിലുകളോട് കൂടിയ ശരീരം. അവൻ ഒരു നീല കോട്ടെടുത്ത് വെള്ള ഷർട്ടിന് മുകളിൽ ധരിച്ചു. അവൻ തൻ്റെ പുറകിൽ വരുന്ന പിയെ എബിയുടെ നേരെ കൈകൾ നീട്ടി. അയാൾ ഒരു കൂളിംഗ് ഗ്ലാസ് എടുത്ത് അവൻ്റെ കയ്യിൽ കൊടുത്തു. കൂളിംഗ് ഗ്ലാസും വെച്ച് അവൻ കാറിനരികിൽ എത്തിയപ്പോൾ കാറിൻ്റെ പിൻവശത്തുള്ള ഡോർ അയാൾ തുറന്നു കൊടുത്തു. അവൻ ആ കാറിൽ കയറി, ഒപ്പം എബിയും. എയർപോർട്ടിൽ നിന്നും അവൻ്റെ കാർ മുന്നോട്ടേക്ക് നീങ്ങി. ഇവനാണ് സിദ്ധാർത്ഥ് മഹേശ്വർ, S&K കമ്പനിയുടെ CEO, കോടീശ്വരൻ, ബിസിനസ് രംഗത്തെ സിംഹം, ആഗ്രഹിക്കുന്നതെന്തും സ്വന്തമാക്കുന്നവൻ. ബിസിനസ്സിൽ അവന് മുകളിൽ ഇതുവരെ ആരും ഉയർന്നിട്ടില്ല, അഥവാ ഉയരാൻ അവൻ അനുവദിച്ചിരുന്നില്ല എന്നതാണ് സത്യം. അവന് തടസ്സമായി വരുന്നതെന്തും ഒരു മടിയും കൂടാതെ വെട്ടിമാറ്റുന്ന സ്വഭാവം. എബിയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. അയാൾ കോൾ എടുത്ത് സംസാരിച്ചു. എന്നിട്ട് സിദ്ധാർത്ഥിന് നേരെ നീട്ടി. സിദ്ധാർത്ഥ് ഫോൺ വാങ്ങി. അവൻ്റെ മുഖം കോപത്താൽ മൂടപ്പെട്ടു. അവൾ ആരാ? അവളുടെ ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് വേണം. വിത്തിൻ 1 hour. ഗോട്ട് ഇറ്റ്? അവൻ തൻ്റെ ദേഷ്യം മുഴുവൻ ഉള്ളം കയ്യിലിരുന്ന ഫോണിൽ തീർത്തു. ഒരു പെണ്ണിൻ്റെ മുൻപിൽ ഒരു ദിവസമെങ്കിൽ പോലും ഞാൻ താഴ്ന്നില്ലേ? അവൾക്ക് എവിടുന്ന ഇത്ര ധൈര്യം? സർ, അവൾക്ക് S&K കമ്പനിയെപ്പറ്റി അറിയില്ലായിരിക്കും. അതറിഞ്ഞിരുന്നേൽ ഇങ്ങനെ ചെയ്യാൻ ധൈര്യം വരില്ല. അവൻ്റെ കോപം മനസ്സിലാക്കിയ എബി സിദ്ധാർത്ഥിനോട് പറഞ്ഞുവെങ്കിലും സിദ്ധാർത്ഥ് എബിയുടെ നേരെ അലറി. എബി!
അവൻ്റെ നോട്ടത്തിൽ എബി ഭയപ്പെട്ടു. SNK കമ്പനിയെപ്പറ്റി അറിയില്ലെന്നോ? ആർക്കാണ് അറിയാത്തത്? ഈ ഫീൽഡിൽ എന്നെ അറിയാത്തതായിട്ട് ആരുണ്ട്? അവൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തതായാലും സിദ്ധാർത്ഥിനെ ഇനി അവൾ മറക്കില്ല. അവൻ ഉച്ചത്തിൽ ചിരിച്ചു, ഒരു രാക്ഷസനെ പോലെ. അവൻ്റെ ഭാവം എബിയെ കൂടുതൽ ഭയപ്പെടുത്തി. അവൻ തൻ്റെ നെറ്റിയിൽ നിന്നും വീഴുന്ന ചെറുതുള്ളികളെ ഒരു കർച്ചീഫ് കൊണ്ട് മായ്ച്ചു. സിദ്ധാർത്ഥിൻ്റെ കാറിൻ്റെ മുൻപിലും പുറകിലുമായി മറ്റു 2 കാറുകൾ അവരെ ഫോളോ ചെയ്തു വന്നു. ആ കാറുകൾ ഒരു കോളേജിൻ്റെ കോമ്പൗണ്ടിലേക്ക് പാഞ്ഞു കയറി. കാറിൽ നിന്നും കുറച്ച് ബോഡിഗാർഡ്സ് ഇറങ്ങി നിന്നു. എബി അവരോട് എന്തോ പറഞ്ഞേൽപ്പിച്ചതനുസരിച്ച് അവർ കോളേജിനുള്ളിലേക്ക് പോയി. എബിയുടെ ഫോണിൽ വീണ്ടും ഒരു കോൾ വന്നു. എബി അത് സിദ്ധാർത്ഥിന് നേരെ നീട്ടി. സിദ്ധാർത്ഥ് കോൾ എടുത്തു. സർ, അവളുടെ ഫോട്ടോ അയച്ചിട്ടുണ്ട്. എനിക്ക് വേണ്ടത് ഫോട്ടോ അല്ല, ഐ വാണ്ട് ഡീറ്റെയിൽസ്. അവളുടെ ഫുൾ ഹിസ്റ്ററി എനിക്ക് വേണം. അത് കിട്ടിയില്ലെങ്കിൽ പറ, ഇല്ലെങ്കിൽ വെച്ചിട്ട് പോ. അവൻ്റെ ഗാംഭീര്യം നിറഞ്ഞ ശബ്ദത്തിൽ അവർ പേടിച്ചിരുന്നു. അവർ അവളെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് സിദ്ധാർത്ഥിനോട് പറഞ്ഞു. അവൻ കാറിൽ നിന്നും പുറത്തിറങ്ങി. എന്തായി എബി, നമുക്ക് അങ്ങോട്ട് പോയാലോ? അല്ല, അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാനല്ലേ സാർ പറഞ്ഞേ? അത് വേണ്ട, നമുക്ക് അങ്ങോട്ട് പോകാം. സിദ്ധാർത്ഥൻ്റെ ഭാവവ്യത്യാസം എബിയെ സംശയത്തിലാഴ്ത്തി. എന്തോ വെട്ടിപ്പിടിക്കാനുള്ള ഭാവമായിരുന്നു അവനിൽ. സിദ്ധാർത്ഥും എബിയും കോളേജിനുള്ളിലേക്ക് നടന്നു. അവർ ഒരു ക്ലാസ് റൂം ലക്ഷ്യമിട്ട് നടന്നു. സിദ്ധാർത്ഥ് ക്ലാസ്സിൽ കയറിയതും അവൻ്റെ ബോഡിഗാർഡ്സ് ആ പെൺകുട്ടിയെ പിടിച്ചു നിൽപ്പുണ്ടായിരുന്നു. അത് അവന്തികയായിരുന്നു. അവളുടെ കോളേജിലാണ് ഇപ്പോൾ സിദ്ധാർത്ഥ് നിൽക്കുന്നത്. നിങ്ങളൊക്കെ ആരാ? എന്താ നിങ്ങൾക്ക് വേണ്ടത്? അവളുടെ ശബ്ദം സിദ്ധാർത്ഥിൻ്റെ ചെവിയിൽ തുളച്ചു കയറി. അവൻ്റെ കണ്ണുകൾ അവളുടെ ശരീരത്തിലൂടെ ഇഴഞ്ഞു നീങ്ങി. സിദ്ധാർത്ഥ് തൻ്റെ കൂളിംഗ് ഗ്ലാസ് മാറ്റി. അവളുടെ മൃദുലമായ കൈകൾ അവൻ്റെ ബോഡിഗാർഡ്സ് ഇറുക്കി പിടിച്ചിരുന്നു. സിദ്ധാർത്ഥ് അവരോട് അവളെ വിടാൻ ആവശ്യപ്പെട്ടു. അവർ അവളുടെ കൈകൾ മോചിപ്പിച്ചതും അവന്തിക തൻ്റെ കൈകൾ തിരുമ്മി. അവൾക്കത് വേദനിച്ചിരുന്നു. നിങ്ങളൊക്കെ ആരാ? നിങ്ങൾക്ക് എന്താ വേണ്ടത്? എന്തിനാ എന്നെ ഉപദ്രവിക്കുന്നേ? സിദ്ധാർത്ഥിനെ നോക്കി അവന്തിക വീണ്ടും ചോദിച്ചു. അവൻ അവളെ നോക്കി തന്നെ നിന്നു. എബേ! സിദ്ധാർത്ഥിൻ്റെ ശബ്ദം ആ ക്ലാസ്സിൽ മുഴങ്ങി.